സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മച്ചാമാരെ നമ്മുടെ ഇന്നലെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മച്ചാമാരെ ഇന്ന് നമ്മൾ ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നാളെ ഏതൊക്കെ പാക്കാണ് വരുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൺഫേം ചെയ്ത് അതേ പാക്കായിട്ട് നമ്മുടെ MSN എത്തിയിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നാളെ വരാൻ കൂടെ എപ്പിക് പാക്ക്, പോർട്ട് വേ പാക്ക്, മാനേജർ, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഗെയിമിൻ്റെ മാറ്റങ്ങൾ, ഡ്രോപ്പ് പോകാറുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടിങ് ഡിവൈസിൻ്റെ കാര്യം, റൊണാൾഡോൻ്റെ കാര്യം, പിന്നെ ആർണേൻ്റെ കാര്യം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പം വീട്ടിലിട്ട് കിടക്കാം ഗൈസ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും നമ്മളെ ഡോർമോണ്ട് സ്റ്റേഡിയം ഒക്കെ വെച്ചപ്പം ഏകദേശം അവർ ഓൾറെഡി കൺഫേം ചെയ്ത കാര്യമാണ്. നമ്മൾ ഏകദേശം ഓഗസ്റ്റ് 14 ആകുമ്പോഴാണ് ആ ഒരു അപ്ഡേറ്റിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യവും എല്ലാം വരാൻ പോകണം. കാരണം ഡോർമോണ്ട് സ്റ്റേഡിയം ഒരു ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയം ഉറപ്പായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും വെച്ചാൽ. അപ്പോൾ നിലവിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഓൾറെഡി ഇവിടെ ഫോട്ടോയും കൂടെ കാണിക്കാം. നമ്മുടെ മാഞ്ചസ്റ്ററിൻ്റെ ഇതും കൂടെ കാണിക്കുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേഡിയം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മച്ചാമാർ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഫുട്ബോൾ ആ ഒരു സ്റ്റേഡിയം കൂടെ അവരെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ 2008 റൊണാൾഡോൻ്റെ കാർഡ്. അപ്പം അതും കൂടെ അവരെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു ടീമും നമ്മുടെ എത്തും, ആ ഒരു സ്റ്റേഡിയം അടിപൊളിയായിരിക്കും, കുറേ പ്ലേയേഴ്സും കൂടെ ആഡ് ആവും. അപ്പം മച്ചാമാർ നിലവിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക ഏകദേശം മച്ചാമാർ ഇവർ തന്നെ ഓൾറെഡി പറഞ്ഞിട്ട് നമ്മുടെ P4 അതിൻ്റെ കാര്യമുണ്ടല്ലോ, നമ്മുടെ പ്രീമിയർ ലീഗിൻ്റെ ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ ഓൾറെഡി ആ ക്യാമ്പയിൻ, അതായത് അവരുടെ ആ ഇത് നടന്ന സമയത്ത് അവർ ഓൾറെഡി അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി പ്രീമിയർ ലീഗ് കളിച്ചവരൊക്കെ എന്തായാലും കൊണ്ടുവരും. കാരണം നമ്മുടെ PFA കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ 2010 തോന്നുന്നു നമ്മുടെ റൂണീനെ അവർ ഓൾറെഡി ഒരു കാർഡായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് PFL 2007 2008 നമ്മുടെ അണ്ണൻ, അതായത് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് നമ്മുടെ റൊണാൾഡോ. അതിപ്പം ഫാൻസ് അല്ല ഗൈസ്, ഓൾറെഡി എല്ലാവരും ഈ ഫുട്ബോൾ എല്ലാവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ ഈ ഫുട്ബോൾ ഏതൊരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ ഉണ്ടാവും നമ്മുടെ റൊണാൾഡോൻ്റെ കാർഡിനെ പറ്റി, മെസ്സിയുടെ കാർഡിനെ പറ്റിയും കുറേ പേരുണ്ടാവും. അപ്പം എന്തായാലും നമ്മുടെ റൊണാൾഡോ കാർഡ് ഉറപ്പായിട്ടും അവർ അത് തന്നെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏത് ടൈപ്പാണെന്ന് അറിയില്ല, അതായത് പ്ലേ സ്റ്റൈൽ ഏതാണെന്ന് അറിയില്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് കൊനാമി അല്ലേ. അപ്പോൾ എന്തായാലും മച്ചാമാർ ആ കാർഡ് വരട്ടെ, നമുക്ക് എന്തായാലും കാർഡിലാണ് ലക്ഷ്യം. അപ്പോൾ അതുപോലെ തന്നെ മച്ചാമാർ ഉറപ്പായിട്ടും നമ്മൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആർണേനും വരുന്നുണ്ട്, ഓൾറെഡി ഒരു വീഡിയോ ഫൂട്ടേജും വന്നിട്ടുണ്ട്, വോയിസ് നോട്ടും വന്നിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ആ ഒരു കാർഡ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. അത് മിക്കവാറും ഓഗസ്റ്റ് 14 ശേഷമായിരിക്കും മച്ചാമാർ, എന്തായാലും കൺഫേം ആണ്. കാരണം അത്ര നല്ല കാർഡൊക്കെ കൊണ്ടുവരുമ്പോൾ മിക്കവാറും അവർ ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരിക. പിന്നെ മച്ചാമാരെ ഈ ഐഫോണിൽ സപ്പോർട്ട് ആവുന്ന ഒരു കാര്യം കുറേ പേര് ചോദിക്കുന്നു. അപ്പോൾ മച്ചാമാരെ അത് നിലവിൽ നമുക്ക് അതിൻ്റെ ഒരു കൺഫേം വീഡിയോ എന്തായാലും ഞാൻ ഇറക്കാമെന്ന് വിചാരിക്കും. കാരണം ഇപ്പോഴത്തെ എന്തൊക്കെയോ പുതിയ വരുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് സെറ്റാക്കാം. കാരണം എന്തായാലും നമുക്ക് നോക്കാം കഴിച്ച്, അതിന് കുറേ എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാം. അതേപോലെ കഴിച്ച് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തൊരു കാര്യമാണ്. എന്തായാലും മച്ചാമാരെ ഈ ഒരു ഫോട്ടോ കണ്ടവരെ നമ്മുടെ ഇനി മുതൽ നമ്മുടെ ഓൾറെഡി നിങ്ങൾക്കറിയാം ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാവരും അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ല GB സംഭവങ്ങൾ എന്തായാലും ഈ ഒരു വരുന്ന അപ്ഡേറ്റിലുണ്ടാവും. നല്ല രീതിക്ക് തന്നെ അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതുപോലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മോഡ്, അതായത് പ്ലേയേഴ്സ് അങ്ങോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങോട്ട് വരുന്ന രീതിയിലും ഗൈസ് ഇതൊരിക്കലും മാസ്റ്റർ ലീഗുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. അതായത് മാസ്റ്റർ ലീഗത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവർ പുറത്തേക്ക് ഇടുന്നത്, അത് മുഴുവനായിട്ട് വരില്ല. അതായത് നമ്മുടെ ഗെയിം പ്ലാൻ കാണിക്കും. ഇതൊക്കെ അതായത് ഗൈസ് ഇത് ഓൾറെഡി ചിലത് കൺഫേം അവർ തന്നെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കൊനാമി തന്നെ. പിന്നെ ഓൾറെഡി നമ്മുടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മോഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽ, അവർ ഇറങ്ങി വരുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഓൾറെഡി സബ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മച്ചാമാർ ഓൾറെഡി നമ്മുടെ 13-ാം തീയതി, അടുത്ത മാസം 13-ാം തീയതിയാണ് നമ്മുടെ ഡെയിലി ഗെയിം റീസെറ്റ് ആവുക. അതിൽ ജെറാഡ് ഉണ്ട്, പിന്നെ കുറച്ചധികം പ്ലേയേഴ്സും കൂടെ ആഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹെൻറി ഉണ്ട്, റൊമാരിയോ ഉണ്ട്, ഓൾറെഡി കസിലിയാസും നമ്മുടെ റോബർട്ടോ കാർലോസും ഉണ്ട്. അപ്പോൾ മച്ചാമാർ ഓൾറെഡി അതാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ മച്ചാമാർ ഓൾറെഡി ഒരു മാനേജർ ചിലപ്പോൾ നാളെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര ഡ്രോപ്പ് കിട്ടി. അതുപോലെ തന്നെ ഡെയിലി ഗെയിമിൽ ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോഴും കുറേ നമ്മുടെ പയ്യന്മാർ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു, അവർ കുറേ പേർക്കൊക്കെ ഡ്രോപ്പ് കിട്ടിയിട്ടില്ല. ഡെയിലി ഗെയിം കുറേ എടുത്തവരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെയിലി ഗെയിം ഇപ്പോൾ റീസെറ്റ് ചെയ്തുകൊണ്ട്, അതായത് അടുത്ത മാസം കൂടെ 13-ാം തീയതി വരെ ഉണ്ടാവും. അന്നായിരിക്കും നിലവിൽ നമ്മുടെ ഡെയിലി ഗെയിം റീസെറ്റ് ആവും. അതായത് ഏകദേശം കഴിച്ച് ഒരു 10 മണിക്കൂറോ 12 മണിക്കൂറോ എങ്ങാണ്ടുള്ള ഒരു സംഭവമാണ്. മെയിൻ്റെനൻസ് ഒരു ദിവസമൊക്കെ തുറക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഉറപ്പായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ അടുത്തടുത്ത് തന്നെ നമുക്ക് അറിയുന്നതിനനുസരിച്ച് വരാട്ടോ. കാരണം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല മച്ചാവരെ. കാരണം എത്ര മണിക്കൂറാണ് GB കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയും ഡേയ്സ് കിടക്കുന്നതുകൊണ്ട് അവർ ഓൾറെഡി കൺഫേം ചെയ്യും. അന്നേരം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ മച്ചാമാരെ അതാണ് ഞാൻ പറഞ്ഞ സപ്പോർട്ടിങ് ഡിവൈസിൻ്റെ കാര്യം ഗൈസ്, അവരെന്തായാലും കൺഫേം ആയിട്ടൊരു വീഡിയോ പോലും ഇറക്കിയിട്ടില്ല. അവർ കുറച്ച് ഹിൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ഇനിയും നമുക്ക് വരാനുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എന്തായാലും സെറ്റാക്കാം. പിന്നെ മച്ചാമാരെ നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ MSN വന്നുകൊണ്ട് എന്തായാലും നമുക്ക് ട്രെൻഡിങ് ആയി ഈ വർഷത്തെ കാർഡ് തന്നെ ആയിരിക്കും അവർ ഉറപ്പായിട്ടും ഇറക്കുക. അതായത് മാൾഡിനി പാക്ക്, പിന്നെ നമ്മുടെ കക്കയുടെ പാക്കൊക്കെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സിഡോർഫ്, ലിലിയൻ തുറാമു, മാൾഡിനി, അതുപോലെ സാബിൻ്റെ ഒക്കെ ഒരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു പാക്കായിരിക്കും മിക്കവാറും നാളെ ഇവർ ഇറക്കാൻ പോകുന്നത്. പോർട്ട്വേയുടെ കാര്യം പറഞ്ഞാലും മച്ചാമാർ ഇത് തന്നെയാണ്. വാൽവറുടെ ഒക്കെ ആയിരിക്കും നാളെ മിക്കവാറും വരിക. അതായത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഒരു കാർഡ് ഏതൊക്കെയാണോ പോർട്ട്വേയിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോംബോ കാർഡായിരിക്കും മിക്കവാറും നാളെ ഇറക്കുള്ളൂ. അല്ലാണ്ട് കൂടുതൽ വേറൊന്നും കാര്യങ്ങളൊന്നും ഇല്ല മച്ചാമാരെ. കൂടുതലും ആ ഒരു കാർഡും കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ
ഫെർഗൂസന്റെ ഒരു കാർഡ്. ഇത് കൺസെപ്റ്റ് ആയിട്ടാണ്, പക്ഷെ മച്ചാമൻ ഓൾറെഡി ഇതുപോലെയായിരുന്നു നമ്മുടെ ഈ അടുത്ത് വന്നിരിക്കുന്ന മോറിൻഹോന്റെ കാർഡൊക്കെ ഇതുപോലെ കൺസെപ്റ്റ് ആയിട്ടായിരുന്നു, പക്ഷെ ആ കാർഡൊക്കെ നിലവിൽ വന്നു. അപ്പോൾ ഈ കാർഡ് മിക്കവാറും വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ റൊണാൾഡോന്റെ ഒരു കാർഡാണ്. പിന്നെ റാഷ്ഫോർഡിന്റെ ഒരു കാർഡ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചാണ്. പിന്നെ മച്ചാമന്റെ സിദാനൊക്കെ ഓൾറെഡി വരുന്നുണ്ട് നമ്മുടെ ഗെയിമിൽ. പിന്നെ യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ് അത് തന്നെയാണ് മച്ചാമന്റെ നിലവിലുള്ള. പിന്നെ ഈ ഫുട്ബോളിന്റെ കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മച്ചാമന്റെ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ രാത്രിയാണ് ലൈവ്, 8 മണിക്ക് രാത്രി. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ എല്ലാവരും 1vs1 ആയാലും കോമാച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മച്ചാമൻ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിങ്ങളുടെ അടുത്ത് ഇപ്പം എത്ര കോയിൻ ഇടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഗെയിമിന്റെ കാര്യം അത് എത്ര ഉണ്ടെന്നും എല്ലാം കിട്ടിയോന്നും ഡ്രോപ്പ് എത്രയും കിട്ടാത്തവരുണ്ടോ അല്ലെങ്കിൽ കിട്ടിയവരുണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.